എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. കേരളത്തിലെ തൊഴിലില്ലായ്മയെ പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. മലയാളി കൗൺസിലിന്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും തൊഴിലിനാവശ്യമായ പരിശീലനം നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? കേരളത്തിലെ തൊഴിലില്ലായ്മയെ പറ്റി പർവ്വതീകരിച്ചൊന്നും കാണില്ല. നീ എന്നെ കൂടുതൽ തൊഴിൽ അന്വേഷിച്ച് എനിക്ക് നിർബന്ധം തൊഴിൽ വേണം എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നവരുടെ എണ്ണം ഒരു 10-29 ലക്ഷം വരും. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആ ഏജ് ഗ്രൂപ്പിൽ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ ഒരു 15,000 വരും. രാജകുട്ട കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ട? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. രജിസ്റ്റർ ചെയ്തത് 11,000. എന്നിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് 8,500. അതിൽ ഈ പറയുന്നത് പോലെ ജോലി എനിക്ക് ആത്യന്തികമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്, അവസാനത്തെ കാലം ഇപ്പൊ തന്നെ കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരുടെ എണ്ണം ഒരു 2,800-850. എന്താന്ന് പറയുമ്പോ മനസ്സിന്റെ ഒരു എനിക്ക് സമാധാനം സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ. ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്ക് മാതൃകയാകാൻ കേരളത്തിന് കഴിയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. മുഴുവൻ സാത്താന്മാരും. ഇനി ഇതേ ദിശയിൽ ഒരു പുതിയ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു 20 വർഷം കൊണ്ട് 400-420 വർഷം കൊണ്ട് നേടിയ ലോക വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് കേരളത്തെ ഉയർത്താനാവും എന്നുള്ളതാണ് ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ പ്രത്യേകത. സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തെ പ്രവാസികൾ തെരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ പൊന്നോ വേണ്ട, തട്ടാനല്ലേ. തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.